പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഒരു 11 ഡേയ്സ് അല്ലെങ്കിൽ 11 ദിവസത്തെ ഒരു എനർജി ചാലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്നിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 11 ദിവസത്തേക്കുള്ള നിങ്ങളുടെ ഓരോരോ ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ കൂടിയിട്ട് നിങ്ങൾ 11ാമത്തെ ദിവസമാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറിയിട്ട് ഒരു ഹൈ എനർജിയിലേക്ക് എത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളിലും നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലും എല്ലാം ഊർജ്ജമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഊർജ്ജങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധപ്പെടലാണ് എല്ലാ കാര്യങ്ങളെയും നമ്മളെ അട്രാക്റ്റ് ചെയ്യാനും മാനിഫെസ്റ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു 11 ദിവസത്തെ ഈ ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ആരുമായിട്ടും നമ്മളെയും കമ്പയർ ചെയ്യാൻ പാടില്ല, താരതമ്യം ചെയ്യരുത്. മറ്റുള്ളവരെ, നിങ്ങളുടെ പേരൻസിനെ, നിങ്ങളുടെ ഹസ്ബൻഡിനെ, നിങ്ങളുടെ കുട്ടികളെ ഒന്നും മറ്റുള്ളവരായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യാതിരിക്കുക. എല്ലാവരും യുണീക്കാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം, ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മൾ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. ആക്സെപ്റ്റ് ദ വേ ദേ ആർ. നമ്മൾ മറ്റുള്ളവരെ അവരായി തന്നെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിച്ച് മനസ്സിലാക്കി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വളരെയധികം കുറയുന്നതായിരിക്കും. സോ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് കംപ്ലയിൻറ്റ്. നമ്മൾക്ക് അതില്ല, ഇതില്ല, അതിലൊരു പോരായ്മയുണ്ട്, ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് നമ്മൾ റിപ്പീറ്റഡായിട്ട് പറയാതിരിക്കുക. അപ്പോൾ 3 കാര്യങ്ങൾ ചെയ്യാതിരിക്കുക: ക്രിട്ടിസൈസ് ചെയ്യരുത്, കംപ്ലയിൻറ്റ് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. ഈ 3 കാര്യങ്ങൾ 11 ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്, നമ്മൾ 10 തിങ്സ് ദാറ്റ് യു ലവ് ഇൻ യുവർ സെൽഫ്. അതായത് നമ്മളിൽ തന്നെ ഇഷ്ടപ്പെടുന്ന 10 കാര്യങ്ങൾ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് എഴുതാൻ തുടങ്ങുക. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇന്നത്തെ 11 ഡേയ്സ് ഫ്രീ എനർജി ചാലഞ്ച് എഴുതിയതിന് ശേഷം ഒരു 10 കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അപ്പോൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുകയും അക്സെപ്റ്റ് ചെയ്യുകയും തുടങ്ങുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെയും അക്സെപ്റ്റ് ചെയ്യാനും കമ്പാഷനേറ്റ് ആവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളെയാണ് ആദ്യം അക്സെപ്റ്റ് ചെയ്യുകയും ലവ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും, അതായത് അവരെങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വിൽ ബി ഏബിൾ ടു അക്സെപ്റ്റ് ദം. അപ്പോൾ എല്ലാവരും ഈ ടാസ്ക് വളരെയധികം സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ എനർജി ലെവൽ കൂട്ടാനായിട്ട് ഈ ഒരു 11 ഡേയ്സിൻ്റെ ഈ ഒരു എനർജി ചാലഞ്ച് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. താങ്ക് യു.